സ്റ്റോറി ബൈറ്റ്സ്. നമ്മളിപ്പോ ഉള്ളത് ലഗൂണ ബീച്ച് ആൻഡ് റിസോർട്ടിലാണ്. ഇത് ബുധയിലുള്ളതാണ്. നമുക്ക് മനാമയിൽ നിന്ന് ഇങ്ങോട്ടൊരു 25 മിനിറ്റ്സ് ട്രാവൽ ടൈം എടുത്തു. നമ്മളൊരു 1 ഡേ വെക്കേഷന് വേണ്ടി വന്നതാണ്. നമ്മുടെ കൂടെ നമ്മുടെ ഷിഫാസും ജസ്നി ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിസോർട്ടിന്റെ കാഴ്ചകളിലോട്ടൊന്ന് കടക്കാം. അപ്പോൾ ഇത് നമ്മുടെ റിസോർട്ടിന്റെ എൻട്രൻസ് ആണ്. ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആവശ്യത്തിന് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ലക്ഷറി ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് റിസപ്ഷൻ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു ഫ്രണ്ട് പോർഷനാണ്. നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ആ ഒരു ഭാഗമാണിത്. പിന്നെ ഈ കാണുന്നത് ഇവിടെ ആളുകൾക്ക് വന്ന് ഇരിക്കാൻ പറ്റിയ ഒരു ലിവിങ് പോലെയുള്ള ഒരു ഏരിയ ആണ് ഇതെല്ലാം. ഒരുപാട് പേർക്ക് വന്ന് ഇരിക്കാം, ഒരുപാട് ഫാമിലീസിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വന്ന് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല ആവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് തന്നെ അവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ നമ്മളുടെ റൂമിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വെൽ ഫർണിഷ്ഡ് കിച്ചണൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. 2 ബെഡ്റൂം ഉണ്ട്. 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ 2 ബെഡ്റൂമിലും സീ സൈഡ് വ്യൂ ആയിട്ടുള്ള വലിയ വിൻഡോസൊക്കെ ഉണ്ട്. അതുപോലെ ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ്. അതുപോലെ ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഇന്നർ ഏരിയയിലുള്ള ഒരു പൂളാണ്. ഇതിൽ നല്ല ഹോട്ട് വാട്ടറാണ് വരുന്നത്. നമ്മൾ റിസോർട്ടിൻ്റെ പുറത്തിറങ്ങിയൊക്കെയാണിത്. നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മൾ എൻട്രി വന്നത് ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ്. അപ്പോൾ ഇത് നല്ല രസമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഗാർഡനാണിത്. അപ്പം നമുക്കിത് ഇവിടെ ഇത് ഇൻഫിനിറ്റി പൂളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു പൂളുണ്ട്. ഇത് നമ്മുടെ പൂളിൻ്റെ സൈഡിലുള്ള ആ ഭാഗമാണ്. ഏരിയ ഫുള്ള് ഈന്തപ്പനയും കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ലൈറ്റാവുമ്പോൾ വേണേൽ ഓണാക്കുമായിരിക്കും. ഇത് നല്ല വലിപ്പമുള്ളൊരു പൂളാണ് കേട്ടോ. കുട്ടി ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ജാക്കൂസി പോലൊരു സാധനം കാണുന്നുണ്ട്. റൗണ്ടിൽ നല്ല രസമായിട്ടുണ്ട് അത്. ഇവിടെ കിഡ്സ് സ്കൂളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു വ്യൂ. ഇതാണ് ലഗൂണ ബീച്ച് ആൻഡ് റിസോർട്ട് എന്ന് പറയുന്നത്. ഇത് ബാക്ക് സൈഡിൽ വരെ പൂളും കാര്യങ്ങളൊക്കെയാണ്. ഗാർഡനും എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഹോഴ്സ് റൈഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഹോഴ്സും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു ചെറിയ കഫറ്റേരിയ ഉണ്ട്.
നമ്മളിപ്പോൾ അതേ ബീച്ചിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പ്രാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട്. ഇവിടൊക്കെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. കുറച്ച് താറാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബീച്ചാണിത്. ഇതാണിപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു നൈറ്റ് വ്യൂ. ഞങ്ങളപ്പോൾ പൂളിലൊക്കെ പോയി തകർത്ത് തിമിർത്ത് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുക്കിങ്ങിലോട്ട് കിടക്കാനുള്ള തന്ത്രപ്പാടിലാണ്. എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? ഗ്രിൽഡ് ചിക്കനും പാസ്തയും പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. വാ വാ വാ. ഞാൻ ക്യാമറമാനെ കൊണ്ട് കുക്ക് ചെയ്യുന്നില്ല. ചിക്കൻ ശരിയാക്കാൻ പോവാണ്. നമ്മുടെ പാസ്ത ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ ടേസ്റ്റി ആയിട്ട് കണ്ടാൽ തന്നെ നല്ല വായിൽ വെള്ളം വരുന്നുണ്ട്. സെറ്റപ്പായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അധികം വീഡിയോ എടുത്ത് സമയം കളയുന്നില്ല. അറ്റാക്കിങ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. ഇവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മുടെ റൂമിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ ആണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആശാൻ രാവിലെ നല്ല സീരിയസ് ആയി ഒന്ന് കോഫി കുടിക്കാണ്. സീരിയസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീഡിയോ ടിവിയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുമല്ല. ഗുഡ് മോർണിംഗ്. അതേപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ട് നമ്മളെ അവരേനും കയറാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലേഡീസിന്റെ പ്രൈവറ്റ് പ്ലേസ് ആണ്. ഒരു ഭാഗം അവരിങ്ങോട്ട് മാറ്റി കെട്ടി നിർത്തിയൊക്കെയാണ്. ഉണ്ടോ സി വി ഒക്കെ കണ്ട് വലിയ സായിപ്പാന്നൊക്കെ വിചാരം കേട്ടോ. ഓ ഇതും പോട്ടെ, അത് കണ്ടോ, ഇതിനൊക്കെ എന്താ പറയാ. ഒരു ഹായ് തരാമോ? ആ ഡിമാൻഡ് ഇല്ല കേട്ടോ. നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടില്ലേ, ബീച്ചൊക്കെ ഫുൾ കടന്ന്
ഹട്ടുകളൊക്കെ ആയി നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആളുകൾ കുറവായതുകൊണ്ട് പല ഭാഗങ്ങളിലും ഇവർ അതിൻ്റെ മെയിൻ്റനൻസും അതുപോലെ റിനോവേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പൂളിൽ നമ്മുടെ ടീമൊക്കെ പൂളിലുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അത് പ്രൂവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണിത്. വേറെ ഒന്നുമല്ല, മഴച്ചാറലുണ്ട്. അപ്പൊ ക്യാമറയെ ഒന്ന് സേഫ് ആക്കിയിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണിത്. എക്സ്ക്യൂസ് മീ cameraman. അങ്ങനെ അബിദേ വളരെ രസകരമായി ചാമ്പ്യൻസിനെ പോലെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പോത്തൻ മർമെയ്ഡുകളാണിത്. അതെ, മർമെയ്ഡിന്റെ എല്ലാ സ്വഭാവവും ഇത് കാണിക്കുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ ഒരു പാവം മർമെയ്ഡ് ഉണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ വളരെ രസകരമായി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിന്റെ എൻട്രി വീഡിയോ എടുക്കാൻ മറന്നു വരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് ഇതിന്റെ എൻട്രി വ്യൂ എടുക്കുന്നത്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. നമ്മളെ പുറത്തുനിന്ന് വരുന്ന വഴി ഇതാണ്. ഇവിടുന്ന് കയറി നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 23 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഇവിടെ ജിമ്മും സ്പായും ബാക്കി ബീച്ച് സൈഡും അതേപോലെ പൂളുകളും ഇഷ്ടം പോലെ ഉണ്ട്. പുറത്തെ പൂളില് ഹീറ്ററും കാര്യങ്ങളൊന്നുമില്ല. ഇൻഡോർ പൂളിൽ മാത്രമേ ഉള്ളൂ ഹീറ്റർ. പുറത്തെ പൂള് നല്ല തണുപ്പാണ്. അത് ഞങ്ങൾ വന്നത് ഇപ്പോൾ വിന്റർ സ്റ്റാർട്ട് ചെയ്തൊരു സമയത്താണ്. ആവശ്യത്തിന് ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. നമുക്ക് വേണമെങ്കിൽ വണ്ടിയിലൊക്കെ അവർ കൊണ്ടുപോയി ഇതിലെ കറക്കിയൊക്കെ കാണിക്കും. ഫുൾ ഈ റിസോർട്ട് ഫുൾ അവർ അതിൽ കൊണ്ടുപോയി കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ? ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല രസമുള്ളൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഷിഫാസ് നീന്തി തകർക്കായിരുന്നു. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആ പൂള് തന്നെയാണ്. പിന്നെ ബീച്ച് സൈഡ് ഒരുപാടുണ്ട്, കുറെ നടക്കാം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ